ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പം ഞാൻ ഒരു കണ്ടന്റ് വേണമെന്ന് പറഞ്ഞ ടൈമിൽ സഞ്ജയ് ഒരു കണ്ടന്റ് ആക്കി തരാത്ത നമ്മളെല്ലാം കൂട്ടിയിട്ട് പോകുന്നതാണ്. നമ്മളെവിടത്തേക്കാണ് പോകുന്നത് നമുക്ക് പോലും അറിയില്ല. നമ്മളെവിടത്തേക്കാണ് പോകുന്നത്? എടാ, ഒരു കണ്ടന്റ് ഞാൻ പറയുന്നത് വെച്ചാൽ നീ ആ കാർ എടുത്തിട്ട് അതിൽ ഇങ്ങോട്ട് നമുക്ക് ഇതിലെ അങ്ങോട്ട് പോകാം, എന്നിട്ട് നമുക്ക് കൂട്ടിയടിക്കാം. മണിയറ അവിടെ ഞാൻ മണിയറ വീട്ടിലാണ്. മണിയറ വീട്ടിൽ അവന് മണിയറ കാണിക്കാൻ പോകുന്നു ഗൈസ്. അതൊരു കഥാപാത്രം. അതെ, അതൊരു കഥാപാത്രമാണ്. അത് നമുക്കെല്ലാം അറിയുന്ന ചെക്കനാണ്. ബൈ ദ ബൈ ബ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ അധ്വാനിച്ച് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം നാട്ടിലെത്തിയിട്ടുള്ളത്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗികളായ നമ്മൾ അധ്വാനിച്ച് പണിയെടുത്തതിന് ശേഷം മെയ് ദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാവൽ നടത്തുകയാണ് ഗൈസ്. അധ്വാനിച്ച് മേലും കയ്യെല്ലാം വയ്യാണ്ടായി, മുരടിച്ചു പോയി, ക്രിയേറ്റിവിറ്റി മുരടിച്ചു പോയി, ഇരുന്നിടത്ത് തന്നെ ആയി, നടു മുരടിച്ചു പോയി, മൊത്തം ശരീരം മൊത്തം ശോഷിച്ചു പോയി. മാസത്തിൽ ഒരു ദിവസം മാത്രം കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടി 5 ദിവസം പണിയെടുക്കുന്ന എല്ലാവർക്കും ബൈ ദ ബൈ. ഇത് സഞ്ജയ്, പിന്നെ ഇദ്ദേഹത്തിന്റെ ചേച്ചി ബാക്കിലിരിക്കുന്നുണ്ട്. ചേച്ചി ഒരു മുഖം കാണിച്ചാൽ നല്ലതായിരിക്കും. കാണിച്ചാ, അതാണ് സംഗീത ജി കാമത്ത്, സഞ്ജയ് ജി കാമത്ത്. അപ്പോൾ നമ്മളെല്ലാം അയൽവാസികളാണ്, പണ്ട് മുതലേ അറിയുന്നതാണ്. അപ്പം നാട്ടിൽ വന്ന് ഇവനൊരു അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം, ഞാനൊരു അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം, ബാക്കിലിരിക്കുന്നതും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം. അങ്ങനെ 3 തൊഴിലാളി വർഗ്ഗങ്ങൾ കൂടിയിട്ട് ഇന്ന് മെയ് ദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പുറത്തൊരു വെറുതെ ഒരു റൈഡിന് ഇറങ്ങിയത്, ട്രാവൽ. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. നമ്മളെല്ലാം അധ്വാനിച്ച് എല്ലാം ഇല്ലാണ്ടായി, ശരീരം ഇല്ലാണ്ടായി, സമാധാനം ഇല്ലാണ്ടായി. മറ്റേ സംഭവത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ലെസ് സാലറി വിത്ത് ഗുഡ് സ്ലീപ്പ് ഈസ് ബെറ്റർ ദാൻ ഗുഡ് സാലറി വിത്ത് ബാഡ് സ്ലീപ്പ്. ഫസ്റ്റ് വൺ. വാട്ട് അബൌട്ട് ലെസ് സാലറി വിത്ത് ബാഡ് സ്ലീപ്പ്? അതിനെ കുറിച്ചാണ് അപ്പം പറയാനുള്ളത്. എല്ലാ കോർപ്പറേറ്റ് തൊഴിലാളികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന ചിന്തയാണ്, നാളെ റിസൈൻ ചെയ്യണം, നാളെ റിസൈൻ ചെയ്യണം. സത്യം ഒരു സമാധാനം ഇല്ല കേട്ടാ. നമ്മളെല്ലാവരും ലൂപ്പിൽ പെട്ടിട്ടാണ്. ഇന്നാണ് ഇന്ന് ലൂപ്പ് ബ്രേക്ക് ചെയ്തത്. കാരണം ഇന്ന് നമുക്ക് തൊഴിലാളികൾക്കൊരു സമാധാനം കിട്ടേണ്ട ഒരു ദിവസമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം പണിയെടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടാ, അല്ലേ? നമ്മൾ പണിയെടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരോട് ഒന്നും പറയാനില്ല. ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി മൗനം ആചരിക്കാം. അപ്പൊ 1 മിനിറ്റിന്റെ വീഡിയോ മൗനം ആചരിക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് 1 സെക്കൻഡിൽ മൗനം ആചരിച്ച് മനസ്സിൽ ആചരിച്ച് നിർത്തിയാണ്. അപ്പം പറയാനുള്ളത് വെച്ചാൽ കോർപ്പറേറ്റ് കമ്പനിയിൽ പണിയെടുക്കുന്നവരോടാണ്. നിങ്ങളെ അഭിപ്രായം എന്താണ്? നമ്മൾ 3 ആളും കോർപ്പറേറ്റ് പണിയെടുക്കുന്നില്ലേ? സഞ്ജയ്, നിന്റെ അഭിപ്രായം എന്താണ്? കോർപ്പറേറ്റ് ലൈഫിൽ കയറിയ ശേഷം എന്തെല്ലാം വ്യത്യാസങ്ങൾ നിനക്ക് വന്നു? എന്തെല്ലാം ചെയ്തു? എങ്ങനെയെല്ലാം ഇപ്പം ലൈഫ് പോകുന്നു പണ്ടത്തെ ഇപ്പത്തി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. തലയിലെ മുടി പോയതാണ് ബാക്കി. ഇപ്പൊ ഞാനൊരു മുട്ടയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് എനക്കൊന്നും അത് ഇതിന്റെ അല്ല, ബാംഗ്ലൂർ ആയണ്ടാടാ. ബാംഗ്ലൂർ ആയാലും മുടിയെല്ലാം പോകും ഗൈസ്. ഏതോ നാട്ടിൽ കിടന്ന് പണിയെടുക്കുന്നതിനെക്കാട്ടി ഇപ്പൊ ഞാനെല്ലാം പണ്ടെല്ലാം മുടി ഉണ്ടായി. ഇപ്പൊന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പറ്റിച്ച് വാരലാണ്. മുടിയില്ല, മുമ്പിൽ മാത്രം ഇങ്ങനെ പറ്റിച്ച് വാരി, ബാക്കിലൊന്നും മുടിയില്ല. അതുകൊണ്ട് മുമ്പിൽ മാത്രം ഇങ്ങനെ വെച്ചിട്ടാണുള്ളത്. അപ്പൊ ഏച്ചിക്ക് എന്നാ പറയാനില്ല? ചേച്ചി വാലിഡ് പോയിന്റ്സ് തത്വം പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. പറ. കോർപ്പറേറ്റ് ലൈഫിലേക്ക് വന്നിട്ട് ക്രിയേറ്റിവിറ്റി പോയ ആൾക്കാരുണ്ട്. ഇവ മുടി പോയ വിഷമം അതിലൊന്നാണ് ഏച്ചി കേട്ടാ. പണ്ട് ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു, പണിക്ക് പോവായിരുന്നു. ഇപ്പൊ അതില്ല. ഇവന്റെ മുടി പോയെങ്കിൽ എന്റെ ക്രിയേറ്റിവിറ്റി പോയി. ടൈം കിട്ടുന്നില്ല ഒന്നിനും. സത്യാണ് കേട്ടാ, സത്യം. സാറ്റർഡേ സൺഡേ ഇങ്ങനെ പോകും. അതുവരെ ഒരു 0.5x പോയിട്ട് സാറ്റർഡേ സൺഡേ 2x അങ്ങ് പോകും അല്ലേ? പക്ഷെ എനിക്ക് എല്ലാം 2x പോകുന്ന പോലെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. സാലറി 3x മന്ത് അടക്കം അത്രേ ഉള്ളൂ, വേറെ ഒന്നും പോകുന്നില്ല. സാലറി 3x ലെവല് പോകുന്നത് അല്ല, മന്ത് 3x പോകും. സാലറി പോകുന്നില്ല. ഇപ്പൊ പോക്കി തരാം. അതായത് എല്ലാവർക്കും നല്ല സാലറി കിട്ടി. സാലറി വന്നു, ഇന്നത്തേക്ക് പൈസ നമുക്ക് മിനിയാന്ന് വന്നു കേട്ടാ.
എപ്പം വന്നാലും 2 ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് വരാൻ 3000 രൂപ കൊടുത്ത് എന്റെ വരുന്ന മലയാളി. പോയിന്റ് പറയട്ടെ. 4ാമത്തെ പോയിന്റ് എന്താ വെച്ചാ ആ ഇപ്പം പൈസക്ക് വേണ്ടിട്ടാണല്ലോ നമ്മ എല്ലാരും പണിയെടുക്കുന്നത്. അതെ, അപ്പം പൈസ തന്നെ കുറവ് തന്നാ നമ്മ അത്ര പണിയെടുത്താ മതി. അതാണ് മറ്റേ സംഭവം. ഇത് ലെസ് സാലറി വിത്ത് ബാഡ് സ്ലീപ്പ്. സോ പിന്നെ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പട്ടിപ്പണി എടുക്കാണ്ട് നിന്നാ മതി. പിന്നെ എനക്ക് വന്ന മാറ്റങ്ങൾ വെച്ചാൽ ഞാനൊരു കംപ്ലീറ്റ് ഇൻട്രോവേർട്ട് ആയിരുന്നു. പക്ഷെ ഞാനിപ്പം ഭയങ്കര എക്സ്ട്രോവേർട്ടായി. അത് മാറ്റങ്ങളാ എങ്ങനെ? ഓ, നിങ്ങൾ കോർപ്പറേറ്റിൽ കയറിയ ശേഷം എക്സ്ട്രോവേർട്ട് ആയിന്നാ പറയുന്നത്? അതിനടുത്ത എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? നന്ദി, നമസ്കാരം. കഴിഞ്ഞോ? അത്രേ ഇല്ലൂ. ഞാനിനി എന്നെ ട്രോളൊന്നും അല്ല, ശരിക്കും പറയാലോ ഗൈസ്, കോർപ്പറേറ്റ് ലൈഫിൽ കയറിയ ശേഷം തീരെ സമയമില്ല. കാരണം കോർപ്പറേറ്റ് ലൈഫിന്റെ ഒരു സിനാരിയോ ഞാൻ പറയാം. വി ആർ റീപ്ലേസബിൾ കോർപ്പറേറ്റ് ലൈഫിൽ. കാരണം അവർക്ക് അവരെ സാധനം ഇപ്പൊ അവര് പറയുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറയുന്ന ഒരു പണി അത് പറഞ്ഞ ടൈമിൽ അവർക്ക് തീർത്തു കൊടുക്കണം. അത് എങ്ങനെ തീർത്തു, എപ്പം തീർത്തു, എത്ര സമയം വരെ ഇരുന്ന് തീർത്തു എന്ന് അവർ ചോദിക്കുന്നില്ല. സാധനം നാളെ കിട്ടണം എന്നുണ്ടെങ്കിൽ നാളെ കിട്ടണം. അത് നിങ്ങൾ ഇന്ന് ഉറങ്ങാണ്ടിരിക്കുക, അതൊന്നും അവർക്ക് നെവർ മൈൻഡ്. പക്ഷെ നമ്മളെ ഫാമിലിക്ക് നമുക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളവരോർക്കെല്ലാം നമ്മൾ ഇറീപ്ലേസബിൾ ആണ്. കാരണം നമ്മളെ വേണ്ടവരാ നമുക്കുണ്ട്. പക്ഷെ കമ്പനിക്ക് നമ്മൾ വേണമെന്നില്ല. അവർക്ക് വേണമെങ്കിൽ ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ നാളെ വേറൊരാൾ അവർക്ക് കിട്ടും. പക്ഷെ നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നാൽ ശമ്പളം കിട്ടില്ല. അത് ഒരു പക്ഷെ ഞാൻ പറയാന്ന് വെച്ചാല് കോർപ്പറേറ്റ് പറഞ്ഞു ഇവൻ സഞ്ജയ് പറഞ്ഞു നമുക്ക് ഡെയിലി റിസൈൻ ചെയ്യാൻ തോന്നും. അങ്ങനെ ചെയ്യരുത്. നമ്മളെ കൈമിൽ ഒരു ബാക്കപ്പ് ഇല്ലാണ്ട് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ് ഞാൻ. സോ ബാക്കപ്പ് ഇല്ലാണ്ട് റിസൈൻ ചെയ്താൽ എന്ത് ചെയ്യുമ്പം ഒരിക്കലും കൂടി ആലോചിച്ച് ചെയ്യണം അല്ലേ? ഒരിക്കലും കൂടി അതിനെ കുറിച്ചൊന്ന് ആലോചിക്കും. കാരണം പെട്ടെന്ന് എടുപിടിയായിട്ട് നമുക്ക് ഇന്ന് അങ്ങനെ ഒരു സംഭവം തോന്നി. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ റിസൈൻ ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് എന്നപ്പോൾ ഞാനും ചെയ്യുന്നത്. ചിലപ്പോൾ അവനൊരു ബാക്കപ്പ് പ്ലാൻ അല്ലെങ്കിൽ അവനെന്തെങ്കിലും ഒരു ബാക്കപ്പ് ഉണ്ടാവും. അത് പക്ഷെ നമ്മൾ അവനെ പോലെ ചെയ്യാൻ നിൽക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റൂല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മളെല്ലാം ഒരു പ്ലാൻ ബി വേണം നമുക്ക്. എന്നിട്ട് പ്ലാൻ ബി നടന്നില്ല, പ്ലാൻ സിയും വേണം. എന്നിട്ടേ കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുപിടി പറഞ്ഞ് ചെയ്തിട്ട് അയ്യോ അതും ഇല്ല, എന്തോ ഒരു സാധനമില്ലേ, തലയിലുള്ളതും പോയി, എന്തോ കക്ഷത്തിലുള്ളതും പോയി എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല, കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്തു. അതേപോലത്തെ ഒരു അവസ്ഥയാണ്. പറഞ്ഞോ, കക്ഷത്തിൽ വെക്കാണ്ട് അല്ലല്ല. ഇപ്പം കോർപ്പറേറ്റില് ആരെയും ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. കോർപ്പറേറ്റില് ആരും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല, എല്ലാരും കൊളീഗ്സ് ആണ്. അപ്പം എല്ലാവർക്കും എന്താന്ന് വെച്ചാല് അവരവരുടേതായ ഓപ്പർച്യൂണിറ്റീസ് നോക്കി പോകുന്നതും പിന്നെ ഇവനെ കട്ട് ചെയ്തിട്ട് ഞാൻ കയറണം എന്നുള്ളൊരു സെൽഫിഷ് മൈൻഡ് ആയിരിക്കും അവരുണ്ടാവുക. സോ അതുകൊണ്ട് വരുക, പണിയെടുക്കുക, പൈസ മേടിക്കുക. അതെ, അവരവരെ കാര്യങ്ങള് ചെയ്തിട്ട് പോവുക. അല്ലാണ്ട് ആരുടെ കമ്മിറ്റ്മെന്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഉള്ളില് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം അവരെ പണിയെടുത്ത് പോവുക ചെയ്യുക. കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ താഴ്ത്താണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അതായത് ഒരാളെ താന്ന് പോകുന്നുണ്ട് എന്ന് വെച്ചാൽ അവരെ കേറ്റിക്കൊണ്ടുവരാം. പക്ഷെ നമ്മളെ മുകളിൽ കയറ്റാൻ വിടാൻ പാടില്ല അല്ലേ? അങ്ങനെയല്ല. അതായത് ഒരാളെ കുറിച്ച് മോശം പറയാണ്ട് കേറി വരിക, അത്ര തന്നെ. കേറി വരിക, കേറ്റി വരിക, കേറ്റി വിടുക. ആരും അടിച്ച് താത്താൻ നോക്കണ്ട. അങ്ങനെ ഞങ്ങൾ അതിമനോഹരമായ ഒരു സ്ഥലത്തെത്തി. ഇതാണ് മെയ് ദിനത്തിന്റെ സന്ദേശം. അപ്പൊ മെയ് ദിനത്തിന് ഇതാ പറയാനുള്ളത്, കോർപ്പറേറ്റ് എംപ്ലോയീസിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം നമ്മളും എല്ലാം കോർപ്പറേറ്റ് എംപ്ലോയീസ് ആണ്. അവസ്ഥ ഭയങ്കര. അപ്പൊ അത്രയാണ് പറയാനുള്ളത്. അപ്പൊ കോർപ്പറേറ്റുകാരുടെ അവസ്ഥയിൽ നമുക്കറിയാം ഭയങ്കര ദയനീയമാണ്. ചെറിയ പൈസക്ക് ശമ്പളത്തിന് പണിയെടുക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടാവും. പക്ഷെ ചെറിയ ആൾക്കാർ വലിയ പൈസക്ക് പണിയെടുക്കുന്നവരായിരിക്കും, പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടാവില്ല. ശരിക്കും നമുക്ക് കമ്പനി അല്ലെങ്കിൽ ജോലി എന്നുള്ളതിന് പുറമെ ഒരു മെന്റൽ പീസ് നമുക്ക് എന്തായാലും വേണ്ട ഒരു സംഭവമാണ്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും വർക്ക് ലൈഫ് ബാലൻസ് പറഞ്ഞ ഒരു സാധനം മസ്റ്റായിട്ട് വേണ്ട സംഭവമാണ്.
കാരണം ജോലി എന്ന് പറയുന്നത് ജോലി സമയം കഴിഞ്ഞാലും നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പം മറ്റേ വേറെ അടിയും പോലെ ഇങ്ങനെ ഭയങ്കര കമ്മിറ്റ്മെൻറ്റ്സ് കാര്യങ്ങളല്ല, നമുക്ക് നമ്മളേതായ കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ജോലി കഴിഞ്ഞാൽ ജോലി അത് വിടുക, പിന്നെ നമ്മൾ പാരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവർക്ക് വേണ്ടിയുള്ളൊരു സമയം നമ്മൾ വേറെ ചിലവഴിക്കുക. അപ്പം അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ റൈഡിന് വന്ന് ഇപ്പം ഒരു മനോഹരമായ സ്ഥലത്ത്, നമ്മളെല്ലാവരും ബാംഗ്ലൂരാണ്. അപ്പം ബാംഗ്ലൂർ നിങ്ങൾക്ക് അറിയാലോ, ഒച്ചപ്പാടും ബഹളവും സമാധാനം ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പം ആ സമാധാനം ഇല്ലാത്ത സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഒരു നല്ലൊരു സമാധാനമുള്ള സ്ഥലത്തിലേക്ക് എത്തിയിട്ടില്ല. കുറച്ച് സമാധാനം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് സമാധാനം കിട്ടാനും കമ്പനി കോർപ്പറേറ്റ് ലൈഫിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്ന് ഒച്ചപ്പാടും ബഹളത്തിൽ നിന്നും എല്ലാം സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു ചെറിയൊരു സ്ഥലത്തേക്ക് വന്നിട്ടാണ്. സ്ഥലം കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല സമാധാനം ആസ്വദിക്കാൻ വേണ്ടി നല്ല സമാധാനപരമായ സ്ഥലത്തേക്ക് എത്തിയിട്ടാണ് ഗൈസ്. നല്ല ഒരു സമാധാനമുള്ള വയൽ പ്രദേശം, ഒരു സൺസെറ്റാണ് അവിടെ ഉള്ളത്. നോക്ക് എന്ത് സമാധാനം ആണ് ഗൈസ്. സമാധാനം വേണ്ടേ? നോക്ക് ഗൈസ്, ഇത് നോക്ക് എന്തൊരു നല്ല സന്തോഷവും സമാധാനത്തിലിരിക്കുന്ന എത്ര ആൾക്കാരുടെ ഉള്ളത് നോക്ക്. നല്ല ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നല്ല സൺസെറ്റെല്ലാം ആസ്വദിച്ച് വയലിൽ നടക്കുന്ന കളിയും കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് നല്ല രീതിയിലിരിക്കുന്നത്. നമുക്കെല്ലാം ഇപ്പം ഇല്ലാത്തതും ഇവർക്കെല്ലാം ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത് സമാധാനമാണ്. നോക്ക് എല്ലാവരും നല്ല വയലിലുള്ള കളിയും കാര്യങ്ങളെല്ലാം കണ്ട് കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഇത് വേറെ തന്നെ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ ഫീൽ കുറച്ച് സമയം ആസ്വദിക്കട്ടെ. അതാണ് ദേവപ്രസാദ്, നമ്മളെല്ലാം ഒപ്പരം പഠിച്ചതാണ്. ഒരു മാസ് ലുക്ക് വരും ഇങ്ങോട്ടേക്ക്. അവിടെ ഒരു മാസ് ലുക്ക് കാണിച്ച് ഇങ്ങോട്ടേക്ക് ഒരു ഹായ് പറ. അവിടെ കിടിലേ നമ്മളെല്ലാവരും ഒന്ന് ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നീ ഇപ്പോൾ കോർപ്പറേറ്റ് ലൈഫ് കയറില്ല, എങ്ങനെയുണ്ട് കോർപ്പറേറ്റ് ലൈഫിനെ കുറിച്ച് ഇന്ന് മെയിൻ ഇതിനായിട്ട് നിങ്ങൾക്ക് എന്നാ പറയാനല്ലേ പറ. അങ്ങനെ നമ്മൾ സമാധാനം ആസ്വദിച്ച് തിരിച്ച് പോവുകയാണ് ഗൈസ്. പോകുന്ന വഴിക്ക് ഒരു ചായ കൂടി കുടിച്ചിട്ട് അങ്ങ് പോകേണ്ടതാണ് ഗൈസ്. ഇവനെല്ലാം ഇപ്പോൾ പെട്ടെന്ന് പരിഷ്കാരമായി പോയി. ഡിപ്രഷന് ശേഷം ഇവനിപ്പോൾ ചായ കുടിക്കുമല്ലോ, ഇവൻ ബദാം മിൽക്ക് മാത്രമേ കുടിക്കുമല്ലോ വരും. ഇത് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ്, കണ്ടോത്തെ ചായപ്പൊടിയാണ്. ഇഷ്ടംപോലെ കടികൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. കഴിയാനായി അല്ല ഏകദേശം. ഉള്ളിൽ ഇരിക്കുന്ന സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഒരു കുയിലിന്റെ വ്യത്യാസം. ഇത് നീല നിങ്ങൾക്ക് കളറ്, നീയാടെ നീല ഫോണ്, നീല ഷോർട്സ് അല്ല എനിക്ക് ചായ പറഞ്ഞു അങ്ങനെ നമ്മൾ സമാധാനമായിട്ട് ഒരു കണ്ടതല്ലേ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടി ചായപ്പീടിയിൽ വന്നിട്ടാണ് ഉള്ളത്. ചായയും ബൂസ്റ്റും എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ട്. സാധനങ്ങൾ ഓൺ ദ സ്പോട്ട് കമ്മിങ് ആണ്. അവരെ സഞ്ജയ് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് പോലെ ചായ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചായ സെർവിങ് ആണ് സഞ്ജയ്. കടി മണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. എന്ത് കടിയാണ് വേണ്ടത്? എന്നാ മോട്ട നോക്കുന്നത് അങ്ങനെ കടി കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഈ വീഡിയോയോട് കൂടി വ്ളോഗ് എവിടെ അവസാനിക്കാൻ പോയെന്ന്. അപ്പോൾ എല്ലാവരും ഒരു ബായ് പറയൂ. ബായ്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത് കാരണം ഫോണിലാകെ 1% മാത്രമേ ചാർജ് ഉള്ളൂ. എല്ലാവരും ചായ കൂടി തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത്. ബൈ.